കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഈ ദിവസം തൊട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനമാണ്. Starting from today, we are meditating upon the epistle of Romans. Let us read chapter 1, verses 1 to 7. ഒന്നാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കുകയും തുടർന്ന് ആ വേദഭാഗം നമുക്ക് ഈ രാത്രിയിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യാം. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിനു പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ചു ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചു ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ. ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. ഈ വേദഭാഗത്ത് നിന്ന് നമ്മൾ ഇന്ന് തുടർന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ബിഫോർ വി ലുക്ക് ഇൻ ടു ദാറ്റ് വേഴ്സസ്, ലെറ്റ് us place that epistle in the context so that we will be able to understand the meaning of it rightly. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ആ തിരുവചന ഭാഗത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മളതിനെ പ്ലേസ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 3ാമത്തെ മിഷണറി യാത്രയുടെ as he was nearing his 3rd missionary journey, and most likely from Corinth he wrote these epistles. മിക്കവാറും കൊരിന്തിൽ നിന്നും തൻ്റെ 3ാമത്തെ മിഷണറി യാത്രയുടെ ആ അവസാന സമയത്ത് ഈ ലേഖനം എഴുതി എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. There are certain reasons why we say that this epistle was written from Corinth as he was about to travel to Jerusalem, as he was nearing his 3rd missionary journey, and he was writing from Corinth. In Romans chapter 15, verses 25 and 26, he expresses his intention to bring relief to the needy brethren in Jerusalem. ജെറുസലേമിൽ ഉള്ളതാകുന്ന വിശുദ്ധന്മാർക്ക് ഒരു ധനശേഖരം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകുവാൻ താൻ ആഗ്രഹിക്കുന്നു. ആ കാര്യം റോമലേഖനം 15-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. And in Romans 16 verse 23, we read about his lodging place. Paul mentions that Gaius was hosting him at the time he was writing his letter. റോമാലേഖനം 16:23 എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. So he was writing from Gaius, writing from the house of Gaius. And in 1 Corinthians chapter 1 and verse 14, we read about a Gaius, and he is placed in Corinth. And this is why we assume he was writing from
the city of Corinth just before he took up his journey to Jerusalem. And he was planning to travel beyond Jerusalem to Rome, and also his expectation was he would travel to Spain as well. That's what we read in the Epistle of Romans. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിൽ നിന്ന് ഈ ലേഖനം എഴുതുമ്പോൾ, നമ്മളിത് അപ്പോസ്തല പ്രവൃത്തി 18-ാമത്തെ അധ്യായത്തിലാണ്. അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് പൗലോസ് ഈ ലേഖനം കൊരിന്തിൽ ഗായോസിൻ്റെ ഭവനത്തിൽ, കൊരിന്ത് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ അവിടെ പാർക്കുമ്പോൾ അവിടെ നിന്ന് താൻ ജെറുസലേമിൽ കടന്നുപോയ ശേഷം ആ ജെറുസലേമിലുള്ള വിശുദ്ധന്മാർക്ക് അവർക്കൊരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ജാതികളുടെ സഭകളിൽ നിന്ന് താൻ കളക്ട് ചെയ്തത് അവിടെ കൊണ്ടുചെന്നെത്തിച്ചിട്ട് ശേഷം അവിടെ നിന്ന് റോമിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് താൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലം. An Apostle Paul never have visited the city of Rome before. അപ്പോസ്തലനായ പൗലോസ് ഈ റോമിലേക്ക് ഇതിനു മുൻപ് കടന്നു പോയിട്ടില്ല. താൻ അവിടെ കടന്നു പോകാനായിട്ട് താല്പര്യപ്പെടുന്നതേയുള്ളൂ. ഈ റോമിലുള്ളതാകുന്ന സഭ എങ്ങനെയാകാം ഉടലെടുത്തത് എന്ന് നമുക്കറിയില്ല. പക്ഷെങ്കിൽ we don't know how the church at Rome came into being, because neither Paul nor Peter went there and preached the gospel. As far as we know it, we don't know. But we see a reference in Acts of the Apostles in chapter 2. On the day of Pentecost, there were people from all around the known world, the non-Roman world of that time. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ അന്ന് ആ റോമൻ വേൾഡിലുള്ള അനേകർ റോമിലേക്ക് കടന്നു ചെന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. The reference we read in Acts of the Apostles, chapter 2 and verse 10. And somebody can read it. ഫ്രുഗ്യയിലും പംഫുല്യയിലും മിസ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും, റോമയിൽ നിന്ന് വന്നു പാർക്കുന്ന യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. Okay. So they were on the day of Pentecost, when the Holy Spirit descended upon the 120 plus disciples who were tarrying in that upper room. And it is written, when they were filled with the Spirit, they began to speak in tongues. And those tongues were not some unknown kind of language, but those languages were various dialects spoken by these many people. And there were some visitors from Rome on that day. And they marveled at the powerful manifestation of God on that day. ആ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമാകുന്ന ആ ഒരു പ്രദർശനത്തിൽ അവരെല്ലാം മാർവലായി, അവരത്ഭുതപ്പെട്ടു. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നുവല്ലോ. സോ പീപ്പിൾ ഫ്രം റോമിൽ നിന്നുള്ളവരും അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നു. സോ it is reasonable for us to suppose these people must have, after being converted under the powerful speech, under the powerful sermon of Peter on that day, they must have went back to their home country. And these people
must have been instrumental in establishing a house church in the city of Rome. That is what we assume from the given evidences. ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അന്ന് പെന്തക്കോസ്ത് നാളിൽ യെരുശലേമിലേക്ക് കടന്നു വന്ന, ഞാൻ 2 ലാംഗ്വേജും സ്പീക്കുന്ന ഒരുപോലെ പറയുന്നതുകൊണ്ട് അല്പം ഒരു ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ദയവായിട്ട് നിങ്ങൾ ബെയർ വിത്ത് മീ. അന്ന് യെരുശലേമിൽ നിന്ന് അവിടെ കടന്നു ചെന്ന ആ ദൈവമക്കളാലാകാം റോമിലെ ദൈവസഭ ഉടലെടുത്തത് എന്ന് നമുക്ക് ന്യായമായിട്ടും കരുതുന്നതിൽ തെറ്റില്ല. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ റെസിപ്പിയൻസ് ഓഫ് ദ എപ്പിസൽ ഓഫ് റോം. ആൻഡ് ദർ ആർ മെനി അതർ തിങ്സ് we can glean from the epistle itself, but we are not going to spend much time. But നമ്മൾ അല്പം ചില ബാക്ക്ഗ്രൗണ്ട് ആവശ്യമായിരിക്കുന്നല്ലോ. So Paul is writing to a church which is in a way unknown to him. He hasn't seen the people there, but since he had no place left in those regions where he could proclaim the gospel, and he writes that, Paul പറയുന്നുണ്ട്, എനിക്ക് ഈ ദേശങ്ങളിൽ ഞാൻ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് റോമിലേക്കും കടന്നു വന്ന് നിങ്ങളെ കാണുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അതിൻ്റെ ശേഷം എനിക്ക് നിങ്ങളാൽ സ്പാനിയയിലേക്ക്, റോമൻസ് ചാപ്റ്റർ 15 16 അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. സോ ഐ വുഡ് ലൈക്ക് ടു കം ഓവർ ദർ ഓൺ മൈ itinerant journey to Spain, and his horizon was on the non-Roman world of that time. He wanted to go to Spain and preach the gospel there. So he wanted to have a journey break, so to speak, while he traveled to Spain, and to prepare for his coming, he writes this epistle. അപ്പോൾ അവിടെ സ്പെയിനിലേക്ക് സുവിശേഷവുമായിട്ട് താൻ പോകുമ്പോൾ റോമിൽ ഉള്ളതാകുന്ന വിശുദ്ധന്മാരെ കണ്ട് അവരാൽ യാത്ര അയക്കപ്പെടാനായിട്ട് താൻ ആഗ്രഹിക്കുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് താൻ ഈ ലേഖനം എഴുതുന്നത്. യു ക്യാൻ റീഡ് ദാറ്റ് ഇൻ റോമൻസ് ചാപ്റ്റർ 15 വേഴ്സസ് 22 ഫോളോവിങ്. ഓക്കെ, റോമൻസ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. ഇപ്പോഴോ എനിക്ക് ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായ്കയാലും. ഇതാ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം, എനിക്ക് മുടക്കം വന്നു, ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായ്കയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ചയുണ്ടാകൊണ്ടും ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്കു നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. സോ ഇതാണ് ഈ ലേഖനം എഴുതുവാനുള്ള പശ്ചാത്തലം. ഓക്കെ, അപ്പോൾ before he goes to Spain, he wanted to be helped by the Roman Christians, and also he wanted to have some mutual spiritual benefit along the way. താൻ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള വിശുദ്ധന്മാരെ കാണുവാനും അന്യോന്യമുള്ളതാകുന്ന ഒരു ആത്മീക വർധന താൻ ആഗ്രഹിക്കുകയും ചെയ്തു. സോ ദിസ് ഈസ് സച്ച് എ wonderful thing about Paul the apostle. നോക്കണം, ആ വലിയ അപ്പോസ്തലൻ അദ്ദേഹം പറയുക, എനിക്ക് നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. അതുമാത്രമല്ല, ആൻഡ് ചാപ്റ്റർ 1 വേഴ്സ് 11 and 12 നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീയ വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ
നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന്. ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതെന്ന് മലയാളത്തിൽ അത് പറഞ്ഞേക്കുമ്പോൾ ആരും ചിന്തിക്കരുത്, പോളല്ല ആത്മീയ വരം നൽകുന്നത്. പക്ഷേ he explains what he meant by what he said. For I long to see you, that I may impart to you some spiritual gift to strengthen you, that is, that we may be mutually encouraged by each other's faith, both yours and mine. Look at the humility of this apostle. He wanted to be encouraged, edified by the congregation in Rome. റോമിലുള്ളതാകുന്ന ആ വിശുദ്ധന്മാരിൽ നിന്ന് അവർക്ക് ആത്മീയ വർധനയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം, തിരികെയും എന്തെങ്കിലും അനുഭവിക്കാൻ. This is a man who is truly filled with the Spirit. ഇല്ലേ? He never feels he has arrived. He is always poor in the Spirit. And he is always hungering and thirsting for God's righteousness. Look at this Christian. This is a Christian. ഇതാ ഒരു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, he is never haughty, never proud, humble, down to earth. And he knows God can speak to him, even the so-called least saint. We should all have that attitude. ഇല്ലേ? ആത്മീകമായിട്ട് വളർച്ച പ്രാപിക്കുന്ന ഒരാളുടെ ലക്ഷണം എന്നാണെന്നറിയാം, ഇതാ. ഏറ്റവും ചെറിയ ഒരു വിശുദ്ധനെന്ന് അങ്ങനെ ഒരു വിശുദ്ധനില്ല, ബട്ട് ഇൻവെർട്ടഡ് കൊമാസിൽ ചെറിയ വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവൻ എന്ന് പോൾ പറയുമ്പോൾ അത് അദ്ദേഹം അർത്ഥമാക്കുന്നത് ഈ നിലയിലാണ്. പറയുകയാണ്, അങ്ങനെ ഒരാളിൽ നിന്ന് പോലും, if he is a true child of God, I can be encouraged, strengthened. And this is Apostle Paul. Okay, now. And this inspired apostle, he writes to this congregation to give and reinforce some apostolic ഇൻസ്ട്രക്ഷൻസ്. അപ്പോസ്തലനാകുന്ന തന്നിൽ നിന്നും ദൈവത്താലുള്ള ചില നിർദ്ദേശങ്ങൾ ഇവർക്ക് നൽകുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നു. ദാറ്റ്സ് വാട്ട് വി റീഡ് ഇൻ Romans 15 verse 15. But on some points I have written to you very boldly by way of reminder, because the grace given me by God, ദൈവം എനിക്ക് നൽകിയ കൃപനിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വിധം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. So he addresses such important matters of Christian life. For example, the universal need of the gospel for all people. എല്ലാ ആളുകൾക്കും സാർവത്രികമായി സുവിശേഷം ആവശ്യമാണ്. അത് താൻ എഴുതുകയാണ്. He writes about justification and sanctification. നീതീകരണത്തെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചും പോൾ ഇവിടെ എഴുതുകയാണ്. And he writes about the Holy Spirit and a disciple, a believer. പരിശുദ്ധാത്മാവും ഒരു ദൈവവൈതലും അല്ലെങ്കിൽ ഒരു വിശ്വാസിയും തമ്മിലുള്ളതാകുന്ന ആ ബന്ധം, അതിനെക്കുറിച്ച് തന്നെ എഴുതുന്നുണ്ട്. He also writes about the election and God's plan for the ethnic Israel. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും അവരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും പോൾ എഴുതുന്നു. Because the reason why he writes this is there were a sizable
although small in number compared to the Gentile believers, there was a group of Jewish believers too in the church at Rome. റോമിലുള്ളതാകുന്ന ആ സഭയിൽ യഹൂദന്മാരിൽ നിന്നും കർത്താവിനെ അറിഞ്ഞ ക്രിസ്ത്യാനികളുണ്ട്, ജാതികളിൽ നിന്ന് വന്നവരുമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയ അനേക ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ പോൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. വാട്ട് അബൌട്ട് ഇസ്രയേൽ? അതൊരു വലിയ പ്രശ്നമായിരുന്നു. If God's plan is only through church, if God's plan is only gospel and church, what about his own people Israel? That was a burning question in the first century. ഒന്നാം നൂറ്റാണ്ടിൽ ഇതൊരു വലിയ വിഷയമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് Paul writes about that to the Roman Christians. And he writes about the Christian life and spiritual gifts. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും ആത്മവരങ്ങളെക്കുറിച്ചും പൗലോസ് എഴുതുന്നുണ്ട്. ആത്മവരങ്ങൾ എന്താണ്, എന്തുകൊണ്ട് ആത്മവരങ്ങൾ, ഇതെല്ലാം പൗലോസ് പറയുന്നുണ്ട്. And he writes about the judgment of God. പോള് ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. So that is presupposes or that presupposes the coming again of Christ. കർത്താവിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ മടങ്ങി വരവ് അതിൽ അർത്ഥമാകുന്നു. ഓക്കെ. And also he speaks about the believers' relationship to the government. ഒരു വിശ്വാസി, ഒരു ദൈവപൈതൽ, ഒരു ക്രിസ്ത്യൻ ഗവൺമെൻറ്റുമായിട്ടുള്ള അവൻ്റെ റിലേഷൻ എന്തായിരിക്കണം? പോൾ പറയുന്നുണ്ട്, that's why we pay taxes. ഓക്കെ, അതിനെക്കുറിച്ച് പോൾ പറയുന്നു. And he also writes about unity and divisions in the congregation. സഭയിലെ ഐക്യത്തെക്കുറിച്ച്, ഭിന്നതകളെക്കുറിച്ചൊക്കെ പോൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. In other words, the epistle of Romans is theological, it is practical, it is pastoral, and it has to do with missions. അപ്പോൾ റോമാലേഖനം മൊത്തമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആഴമാകുന്ന ഉപദേശം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രായോഗികമാകുന്ന വശങ്ങൾ പോൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്ററലായിട്ടുള്ള അല്ലെങ്കിൽ ശുശ്രൂഷ സഭ അല്ലെങ്കിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നുണ്ട്. പിന്നെ സുവിശേഷ വേല, അതിനെക്കുറിച്ച് പോൾ ഈ ലേഖനത്തിൽ പറയുന്നു. Now, I'll give you a small outline. In fact, I'll give you a short outline and a broader outline. Okay. Chapter 1, verses 1 to 17 is salutation. ഒന്നാം അധ്യായം 1 വാക്യം മുതൽ 17 വാക്യം വരെ പോള് അവരെ സല്യൂട്ട് ചെയ്യുകയാണ്, അഭിവാദ്യമാണ്, ഓപ്പണിംഗ് ആണ്. ആ ലേഖനത്തിൻ്റെ ഓപ്പണിംഗ്. Chapter 1, verse 18 to chapter 3, verse 20. He writes about sin. Okay? Salutation, chapter 1, verses 1 to 17. And he writes about sin in chapter 1, verse 18 to chapter 3, verse 20. പാപത്തെക്കുറിച്ച് എഴുതുന്നു. Chapter 3, verse 21 to 5, verse 21, he writes of salvation. Okay, you can easily remember this. Salutation, sin, salvation. It's very easy to remember. രക്ഷയെക്കുറിച്ച് എഴുതുന്നു,
3 അധ്യായം 21 മുതൽ 5:21 വരെ രക്ഷയാണ് അവിടുത്തെ ടോപ്പിക്. 6 verse 1 to 8 verse 39 he writes of sanctification. വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് ആ വേദഭാഗത്തിൻ്റെ പ്രധാന വിഷയം. 6 അധ്യായം 1 മുതൽ 8 അധ്യായം 39 വരെ, അല്ലെങ്കിൽ 6 തൊട്ട് 8 വരെയുള്ള അധ്യായങ്ങൾ വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. Chapter 9 to 11 he writes sovereignty of God. പരമാധികാരത്തെക്കുറിച്ച് എഴുതുക. ദൈവം, God is sovereign over salvation. അതാണ് അവിടുത്തെ വിഷയം. God is sovereign over salvation. That is the theme over there. And especially in relation to the ethnic Israel. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം രക്ഷയെ സംബന്ധിച്ച് God is sovereign. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെ 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ God's sovereignty over his salvation, ദൈവത്തിൻ്റെ പരമാധികാരം. ഓക്കെ. ആൻഡ് 12 മുതൽ അതിൻ്റെ 16 വരെയുള്ള അധ്യായങ്ങളിൽ he writes of service, സേവ. അല്ലേ, ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമായ എക്സ്പൊസിഷനാണ് അവിടെ. നമ്മൾ അവിടെ വരെ ചെല്ലുമോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. വാട്ട് ഈസ് വർഷിപ്പ്? 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ he speaks of service. Okay, now salutation, sin, salvation, sanctification, sovereignty and service. Okay, this is a broader, എന്താ പറയുന്നത്, അല്പം വിശാലമാകുന്ന ഒരു ഔട്ട്ലൈൻ. എന്നാൽ when you read chapter 1 and verse 17, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ സുവിശേഷത്തിൽ Paul's main theme is gospel, God's glorious gospel. ഒറ്റ ഒരു തീം പറയാമെന്ന് ചോദിച്ചാൽ that is the theme. Okay, if you are asked in one sentence or in 2 words, what's the theme of Romans? We can say God's glorious gospel. That's the theme. So when he writes of the gospel, he writes in chapter 1 verse 15 following, he says, I'm not ashamed of the gospel. I'm not ashamed of the gospel. Why I am not ashamed? Because in that, for therein, alle, for in it, in what? In the gospel. എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പോൾ പറയാൻ കാരണം, അതിൻ്റെ കാരണം പോൾ പറയുകയാണ്, സുവിശേഷം എന്നുള്ളത് അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ Paul is writing the main theme being the gospel of God, but he says, I'm not ashamed of the gospel. Why? Because God's righteousness
is being revealed from faith for faith, as it is written, my just shall live, the righteous shall live by faith. So it is the righteousness of God revealed in the gospel. സുവിശേഷത്തിൽ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ നീതി. Okay. So, if you follow that, അത് നമ്മൾ പിന്തുടർന്നാൽ, 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പോൾ പറയുന്നു, സുവിശേഷത്തിൽ വെളിപ്പെടുന്ന, ആർ യു ഓൾ വിത്ത് മീ? ഓക്കെ. സുവിശേഷത്തിൽ വെളിപ്പെടുന്ന ആ ദൈവനീതി, So, from verse 18 to chapter 3, verse 20, righteousness of God required from humanity. Righteousness of God required from humanity. മനുഷ്യനിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന നീതി എന്താണ്? That's what Paul delineates in those passage. In that passage, chapter 1 verse 18 to 3 verse 20. Okay, then when you come to chapter 3 verse 21 to 3:26, 3:21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ he says, God requires a righteousness from you. That's what he already said. ദൈവം നമ്മളിൽ നിന്നൊരു നീതി ആവശ്യപ്പെടുന്നുണ്ട്. And he comes to the conclusion, no one, absolutely no one can live up to the light he or she received. That he is very sure about that. അതായത് ആരും ആകട്ടെ, ദൈവത്തെ അറിയാത്ത പേഗനായിട്ടുള്ളവരാകട്ടെ, ഒരിക്കൽ പോലും സുവിശേഷം കേട്ടിട്ടില്ലാത്തവരാകട്ടെ, സുവിശേഷം കേട്ടവരാകട്ടെ, ന്യായപ്രമാണമുള്ള യഹൂദനാകട്ടെ, ആരും ആകട്ടെ, ആരും തന്നെ അവർക്ക് ലഭിച്ച വെളിച്ചത്തിനൊത്തവണ്ണം ആരും ജീവിക്കുന്നില്ല. That is his conclusion. Nobody lives up to the light he or she received. And therefore what God did, righteousness of God revealed in Christ alone. മനുഷ്യരിലല്ല, ആർക്കും പറ്റുകയില്ല. കാരണം യഹൂദനും പറ്റുകയില്ല, യവനനും പറ്റുകയില്ല, ജാതിക്കും പറ്റത്തില്ല, നല്ല നടപ്പ് നടക്കുന്ന ആൾക്കും പറ്റത്തില്ല, ആർക്കും പറ്റുകയില്ല. There is only one righteousness. Righteousness of God revealed in Christ alone. 3:21 to 3:26. ക്രിസ്തുവിൽ മാത്രം വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ നീതി. ക്രിസ്തുവിൽ മാത്രം. ഓക്കെ. മൂന്നാമതായിട്ട് 3:27 മുതൽ 5:21 വരെ, ഓക്കെ, അല്പം കൂടെ വിശദമായിട്ട് നമ്മൾ ചിന്തിക്കുക. 3:27 മുതൽ 5:21 വരെ, righteousness of God received by faith alone. So, in Christ alone, now he says through faith alone. Faith alone. 3:27 മുതൽ 5:21 വരെ, വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്ന ദൈവത്തിൻ്റെ നീതി. God's righteousness through faith. 6:1 to 8:11. 6:1 to 8:11. Righteousness of God realized
in sanctification. Okay. So, righteousness of God is not some kind of abstract thing, Paul says. When you receive righteousness of God, when you really become heirs of righteousness by faith, that will be realized in your sanctification. അപ്പോൾ വിശ്വാസത്താൽ ഉള്ളതാകുന്ന മാത്രം ലഭിക്കുന്ന ദൈവനീതി ഒരുവൻ വിശ്വസിച്ചെങ്കിൽ, രക്ഷിക്കപ്പെട്ടെങ്കിൽ എങ്ങനെ അറിയാം? പോൾ പറയുക 6:21 മുതൽ 8:11 വരെ വിശുദ്ധീകരണത്തിൽ കൂടെ മാത്രമേ അത് നിറവേറ്റപ്പെടുന്നുള്ളൂ. സോ ഇഫ് ദർ ഈസ് നോ സാങ്ക്ടിഫിക്കേഷൻ, നോ ജസ്റ്റിഫിക്കേഷൻ. If a person is not sanctified, then he is not a saved person. വിശുദ്ധീകരണം സംഭവിക്കുന്നില്ലെങ്കിൽ നീതീകരണം അവനിൽ സംഭവിച്ചിട്ടില്ല, അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ righteousness of God realized in sanctification, 6:1 to 8:11. See, I had done so much of work, and this is the fruit of the labor of many servants of God. Okay, ഇത് എൻ്റെ ഒന്നും അല്ല കേട്ടോ. ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തു ഇന്നലെയും ഇന്നുമായിട്ട്. അതിനോ ഞാൻ ഇതിനു മുമ്പ് റോമാലേഖനം എടുത്തിട്ടുണ്ട്. അയക്കാൻ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കൃപയാൽ റോമാലേഖനം എനിക്ക് എടുക്കാൻ മാനുഷികമായിട്ട് ചിന്തിച്ചേ പറ്റും. പക്ഷേ ഐ നെവർ സീരിയസ് ആയിട്ട് ഞാൻ ബൈബിൾ ക്ലാസ്സിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് സോ മച്ച് ഓഫ് പ്രെയർ ആൻഡ് എഫേർട്ട് ഈസ് ദർ. ഓക്കെ, അതുകൊണ്ട് ഐ തിങ്ക് യു വിൽ റിയലി ആ ഫ്രൂട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയാകുമെന്ന് അതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് ഇടയാക്കട്ടെ. അപ്പോൾ വിശുദ്ധീകരണത്തിലൂടെയാണ് ദൈവത്തിൻ്റെ നീതി നിറവേറ്റപ്പെടുന്നത്. 6:1 മുതൽ 8:11 വരെ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് എഴുതിയെടുക്കുന്നവരുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ്. എനിക്കറിയാം ഇങ്ങനെ കൂളായിട്ട് കേൾക്കുന്നവർക്ക് അത് ഇച്ചിരി ഒരു വീണ്ടും ആവർത്തനമായിട്ട് തോന്നും, എങ്കിലും ക്ഷമിക്കുക. ഓക്കെ, 8:12 മുതൽ 8:39 വരെ, 8:12 to 8:39, righteousness of God retained in glorification. So there will come a day when we will be glorified, and looking forward to that day, Paul, when he writes his last epistle, he says, waiting for a crown of righteousness. ഓക്കെ, ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്. അപ്പം മഹത്വീകരണത്തിൽ നിലനിർത്തപ്പെടുന്ന ദൈവത്തിൻ്റെ നീതി, അതാണ് 8:12 മുതൽ 8:39 വരെയുള്ള ഭാഗത്ത് പോള് പറയുന്നത്. 9:1 മുതൽ 11:36 വരെ, അല്ലെങ്കിൽ 9, 10, 11 അധ്യായങ്ങൾ, 9, 10, 11. Righteousness of God rejected by non-elect Israel. നോക്കണം, അവിടെ അപ്പോൾ അത് പറയുന്നുണ്ട്, വിശ്വാസത്താലുള്ള നീതിയെ നോൺ ഇലക്റ്റായിട്ടുള്ള ഇസ്രയേൽ റിജക്റ്റ് ചെയ്തു. ആ കാര്യം അപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ആരും ചിന്തിക്കല്ലേ ഇസ്രയേലിൽ നിന്ന് പേരുള്ളവനെല്ലാം രക്ഷിക്കപ്പെടില്ല. നോ, കടൽക്കരയിലെ മണൽ പോലെ ആയാലും ഒരു ശേഷിത ഗണമേ, ഒരു റെമനൻ്റ് രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് പോൾ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. വചനത്തിലുടനീളമുണ്ട്. ഇന്ന് ഈ ഡിസ്പെൻസേഷണലിസിൻ്റെ അതിപ്രസരം അങ്ങ് വന്നേച്ച് പറയുന്നു ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ അവനങ്ങ് രക്ഷിക്കാൻ ഇല്ല. നോ, അബദ്ധമാത്. പോൾ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ടല്ലോ, കടൽക്കരയിലെ മണൽ പോലെ ആയാലും
ഒരു ശേഷിപ്പേ. ആരാ രക്ഷിക്കപ്പെടുന്നതെന്നറിയോ? വിശ്വാസത്താൽ ദൈവത്തിൻ്റെ നീതിയെ കൃപയാൽ സ്വീകരിക്കുന്നവർ. ആ ഒരു റിവൈവലിനെ കുറിച്ച് പോൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഓഫ് കോഴ്സ് അതിൻ്റെ ലക്ഷണമൊക്കെ നമ്മൾ കാണുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ 11-ാമത്തെ അധ്യായം പഠിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആ വഴികളെക്കുറിച്ച്, ദൈവം എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഇറ്റ് ഓൾ പോയിൻറ്റ്സ് ടു ദാറ്റ്. ദൈവം അവിടുന്ന് വാഗ്ദത്തം ചെയ്ത, അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി എങ്ങനെയാണ് കൃപയാൽ വിശ്വാസത്താൽ അവരെ രക്ഷിക്കുന്നതിനാൽ നിവൃത്തീകരിക്കപ്പെടുന്നത്. 12:1-16:27 Righteousness of God reproduced in a converted life. 12-ാം അധ്യായം 1 മുതൽ 16-ാമത്തെ അധ്യായം വരെ പൗലോസ് പറയുന്നത് കൺവേർട്ടഡ് ആയിട്ടുള്ള, മാനസാന്തരപ്പെട്ട അല്ലെ വീണ്ടും ജനിച്ച ഒരു ജീവിതത്തിൽ ഗോഡ്സ് റൈച്ചസ്നസ് റീപ്രൊഡ്യൂസ്ഡ്. അവിടെ നമ്മൾ 12-1 മുതൽ അതിലേ വായിക്കുന്നേ, സഹോദരന്മാരെ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച്, ദൈവത്തിൻ്റെ കരുണയോർത്തിട്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. And he has been expounding God's mercy all through, particularly in 9, 10 and 11 chapters. 9, 10, 11 അധ്യായങ്ങളിൽ കരുണയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കോപപാത്രങ്ങളായിരുന്നവരെ കരുണയോടെ സഹിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞേച്ച് 12:1 therefore ആകയാൽ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പേരാണ് ആരാധന. മനസ്സിലായോ? അതിൻ്റെ പേരാണ് ആരാധന. അപ്പം നിങ്ങൾ ചോദിക്കും, സൺഡേ വരുന്ന ആരാധന? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ പാർട്ട്. നെവർദലെസ് ഇറ്റ് ഈസ് എ സ്മോൾ പാർട്ട്. അത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്, അല്ലേ? സൺഡേ നല്ല വെൽ ബിഹേവ്ഡ് ആയിട്ട് നല്ല ഡ്രസ്സും വിട്ടു എന്നുവെച്ച് സ്തോത്രവും സ്തുതിയും പറയാൻ ആർക്കാ പറ്റാത്തത്? എനിബഡി ക്യാൻ ഡു ദാറ്റ്. ബട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, ആരാധന വെളിപ്പെടണമെന്ന്. ഒരു ഫ്രൈസാണ്, നമ്മുടെ ഒരു ഫ്രൈസാണ് അത്. എവിടെ ആരാധന വെളിപ്പെടുന്നതെന്നറിയാമോ? ആരാധന വെളിപ്പെടുന്നത് നമ്മുടെ വീട്ടിലും, ചന്തയിൽ പോകുമ്പോഴും, വണ്ടി ഓടിക്കുമ്പോഴും, ജോലിക്ക് പോകുമ്പോഴും, ഓഫീസിലിരിക്കുമ്പോഴും. അന്നേരം വെളിപ്പെടുന്നത് സത്യത്തിൽ, അന്നേരം വെളിപ്പെടുന്നത് എന്താണോ അതാണ് നമ്മുടെ ആരാധന. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അവിടെ എന്നാ വെളിപ്പെടുന്നത് അതാണ് ആരാധന. നിങ്ങൾ എന്നോട് പിണങ്ങുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ ഇത്രയും നാൾ ഇതൊന്നും അല്ലല്ലോ കേട്ടിരുന്നത്. ഓഫ് കോഴ്സ് ഈ അടുത്ത കാലത്ത് ഓക്കെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ബുക്ക് ഓഫ് റോമൻസ്, ഐ എം സോ എക്സൈറ്റഡ്. എസ്പെഷ്യലി ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഗോഡ്സ് റൈച്ചസ്നെസ്. ഓക്കെ, നൗ നമ്മൾ ഈ 1-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരിക. അവിടെ ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച്
വിശുദ്ധരേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്. സോ ഫസ്റ്റ് Paul introduces himself by his divine call. So that is the first thing we notice there in verse 1. In English Bible, it is so precise in the first verse itself. Paul, a servant of Christ Jesus, called to be an apostle, set apart for the gospel of God. And then he writes about the message he was called to proclaim in verses 2 to 4. അതിങ്ങനെയാണ്. 2-ാമത്തെ വാക്യം മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധരേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ചു ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചു ദൈവത്തിന് എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ. നോക്കുക, അപ്പോൾ 3 കാര്യങ്ങൾ നമ്മളവിടെ കാണുന്നു. ഒന്ന്, he introduces himself in verse 1. Paul, a servant of Christ Jesus, called to be an apostle, set apart for the gospel. He introduces himself in first verse. Then verse 2 to 4, which he promised the gospel. He promised beforehand through his prophets in the Holy Scriptures. And the gospel, okay, number 1, we will come back to that. അതിനൊരു സ്കെലിറ്റൻ ഞാനൊന്നുണ്ടാകട്ടെ. ഒന്നാമതായിട്ട് പോൾ പറയുക, see, the gospel is the origin of the gospel. ആ ഗോസ്പലിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് ദൈവമാണ്. ഗോഡ്സ് ഗോസ്പൽ. ഇറ്റ് ഈസ് ഗോഡ്സ് ഗോസ്പൽ. നൗ ഇറ്റ് ഈസ് കൺസേണിങ് ഹിസ് സൺ. സുവിശേഷം ആരെക്കുറിച്ചുള്ളതാ? പുത്രനെക്കുറിച്ച്. ഇറ്റ് ഈസ് കൺസേണിങ് ജീസസ് ക്രൈസ്റ്റ്. സോ എനിത്തിങ് apart from Christ is no gospel. Okay? Gospel is of God concerning his son, തൻ്റെ പുത്രനെ കുറിച്ച്. And Paul says, gospel is not invented by me. No. It is, although it is a good news now, it is written, or it is already recorded in the Old Testament Holy Scriptures. So, ദൈവത്തിൻ്റെ സുവിശേഷം, ആ സുവിശേഷം, it is according to the Scripture. വിശുദ്ധരേഖകളിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ് ആ സുവിശേഷം. Then it is concerning the Lord Jesus Christ. From God through the Old Testament scriptures about Jesus Christ, and the scope of gospel. Verse 5. അതിങ്ങനെയാണ് ഇംഗ്ലീഷിൽ. Through whom we have received grace and apostleship to bring about the obedience of faith for the sake of his name among all nations. So the gospel is
for everyone, all nations. The scope of gospel is all nations. എല്ലാവർക്കുമുള്ള സുവിശേഷം. ആൻഡ് ആ സുവിശേഷം വരുമ്പോൾ എന്ത് പറ്റും? The result of the gospel is obedience as a result of faith. ഓക്കെ? സുവിശേഷം വന്നു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? വിശ്വാസത്തിന് അനുസരണമുണ്ടാകും. And the gospel is for the praise of his glorious name, for the sake of his name, the name of Jesus. So ഈ ഒരു ആരംഭവാക്യങ്ങളിൽ തന്നെ പൗലോസ് തന്നെക്കുറിച്ച് പറയുന്നു, തനിക്ക് ലഭിച്ചതാകുന്ന ആ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നു, ആ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നു, ആ സുവിശേഷത്തിൻ്റെ വ്യാപ്തി എന്താണെന്ന് പറയുന്നു, ആ സുവിശേഷത്തിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകും? ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന് അനുസരണം. ദിസ് ഈസ് ഗോസ്പൽ. ഇതാണ് സുവിശേഷം. ഒന്നാമതായിട്ട് പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, ഞാൻ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. He says, a slave or a bond servant of Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ ദാസനായ പൗലോസ്, യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. പോള് തന്നെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന ആ ഒരു വിശേഷണം ഡൂലോസ് എന്ന പദമാണ്. ഡൂലോസ് ഈസ് a term exclusively reserved for a bond slave. ഒരു അടിമയെ കുറിക്കുന്ന പദമാണ് ഡൂലോസ്. അപ്പോൾ പറയുകയാണ്, ഐ ആം എ സെർവൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പഴയ നിയമത്തിൽ മോശയെക്കുറിച്ചും ദാവീദിനെക്കുറിച്ചും ഒക്കെ പറയുന്നത് യഹോവയുടെ ദാസന്മാരെന്ന്. അതുകൊണ്ടാണ് 114 Psalm number 116 verse 16, O Lord, truly I am your servant. യഹോവേ, ഞാൻ നിൻ്റെ ദാസനാകുന്നു. And collectively in the prophecy of Isaiah, the people of Israel as a whole was called the servant of Yahweh. പഴയ നിയമത്തിൽ വ്യക്തിപരമായിട്ട് ദാവീദ് അല്ലെങ്കിൽ ജോഷുവ അല്ലെങ്കിൽ മോശ തുടങ്ങിയ ആ സകല വിശുദ്ധന്മാരും അവരെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് യഹോവയുടെ ദാസന്മാരെന്നാണ്. യെശയ്യാവിൻ്റെ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനതയെ മുഴുവനായിട്ടും വിളിക്കുന്ന ഒരു പേരാണ് യഹോവയുടെ ദാസൻ. അതാണ് ഐസയ 43 chapter 43 and verse 1 and verse 10. 10ാമത്തെ വാക്യത്തിൽ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസൻ, നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനും ആകുന്നു. എന്നാൽ പഴയ നിയമത്തിൽ യഹോവയാകുന്ന ദൈവത്തെക്കുറിച്ച് ആ വിശുദ്ധന്മാരെല്ലാം ഞങ്ങൾ യഹോവയുടെ അടിമകളാണ്, ദാസന്മാരെന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ the same title of Lord is transferred to our Lord Jesus Christ, meaning he is equal, co-equal with Father. പിതാവാകുന്ന ദൈവത്തെ അല്ലെങ്കിൽ യാഹ്വേ, ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസന്മാർ അല്ലെ യഹോവയുടെ ദാസന്മാരെന്ന് പഴയ നിയമത്തിൽ വ്യക്തിപരമായി ഇസ്രായേലിലെ ആ ദൈവഭക്തന്മാർ തങ്ങളെക്കുറിച്ച് പറഞ്ഞതും, ഇസ്രായേലിനെ മുഴുവനായിട്ട് ഇതാ നീ എൻ്റെ ദാസൻ എന്ന് ആ കളക്റ്റീവായിട്ടും പറഞ്ഞിരിക്കുന്നെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യഹോവ എന്ന പദത്തിന് പകരം ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. ഇനി അതുമാത്രമല്ല, നാം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ ദൈവമക്കളെ മുഴുവൻ, all of God's people are collectively called the servants
ഓഫ് ക്രൈസ്റ്റ് ജീസസ് അവർ ലോർഡ്. മുഴുവനായിട്ട് വീണ്ടും ജനിച്ച സകല ദൈവമക്കളും അവരെ വിളിക്കുന്നത് എന്നറിയാമോ? ദൈവത്തിൻ്റെ അല്ലെ കർത്താവിൻ്റെ ദാസീദാസന്മാർ. അപ്പോൾ പൗള് തന്നെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്, ദാറ്റ് ഈസ് എ ടൈറ്റിൽ ഓഫ് ഗ്രേറ്റ് ഓണർ. ഓൾദോ എന്നറിയാമോ? യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. So many times when you mention the word servant, humanly speaking, that is not a great term of honor. But when you think, whose servant are you? That makes a world of difference. യഥാർത്ഥത്തിൽ ദാസനെന്ന പദം മാനുഷികമായിട്ട് പറഞ്ഞാൽ നമുക്ക് വലിയ കുറച്ചിലായിട്ട് തോന്നും. പക്ഷെങ്കിൽ ആരുടെ ദാസനാണ്, ആരുടെ ദാസിയാണെന്ന് പറയുമ്പോഴാണ് അതെന്തോ ഒരു അഭിമാനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പറയുക, യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. അത് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഐ തിങ്ക് വി ഹാഡ് ഇനഫ് ഫോർ ടുഡേ. നമുക്ക് തുടർന്ന് ആ ഭാഗങ്ങൾ ധ്യാനിക്കേണ്ടതുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഗോസ്പൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഞാൻ ചിന്തിക്കുന്നത് ട്രൂ കൺവേർഷൻ ഒരു പക്ഷേ അങ്ങനെ ഇല്ലാത്തവർക്കുണ്ടാകുമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഓക്കെ, എനിക്കറിയത്തില്ല ആരൊക്കെയാണ് ട്രൂലി കൺവേർട്ടഡ് എന്നൊന്നും. നിങ്ങൾ പറയും, ഞങ്ങളെ കൊച്ചാക്കിയല്ലോ കൊച്ചാക്കിയൊന്നുമല്ല, പോളിനറിയത്തില്ലായിരുന്നു, പിന്നല്ലേ എനിക്കറിയത്തില്ല, ഐ ഡോണ്ട് നോ. പക്ഷേ when the true gospel is expounded, I know for sure God the Holy Spirit is going to do something. അതുകൊണ്ട് the devil will try his utmost. Somehow he will make you busy on Tuesday. And in fact, somebody has rightly said, busy means buried under Satan's yoke. So, the devil will try his best that you would not hear true gospel. സത്യസുവിശേഷം കേൾക്കാതിരിക്കാൻ പിശാച് അവൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യും. ബട്ട് നമ്മൾ പിശാചിനെ ജയിക്കാമെങ്കിൽ അതിൻ്റെ ഫലം വലുതാകട്ടോ. സെറ്റ് അപ്പാർട്ട് ടൈം ഫോർ സീരിയസ് ബൈബിൾ സ്റ്റഡി. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ രാത്രി സമയം നമ്മൾ കേട്ടതാകുന്ന ദൈവവചന കേൾവി, അല്ലെങ്കിൽ നമ്മൾ കേട്ടതാകുന്ന ദൈവവചനം നമുക്ക് അനുഗ്രഹമായിട്ട് വരണം. ദൈവപാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അടുത്ത ആഴ്ചകളിൽ ആഴമായിട്ട് ആ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ, കർത്താവിൻ്റെ മഹിമയെ, ആ സുവിശേഷം എന്താണ്, നമ്മളെന്നും സുവിശേഷം കേട്ടേ പറ്റൂ. നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്ന ഗോസ്പല ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാർ ആർക്കെങ്കിലും ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.